സ്വന്തം നാട്ടിൽ അപൂർവമായൊരു സംരംഭത്തിന്റെ വിജയകഥ പറയുകയാണ് ജെസ്റ്റോ ജോസും ജോഷ്മി ജോണും. നഗര കേന്ദ്രിത ഡിജിറ്റൽ ജീവിതത്തിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വന്ന് തുടങ്ങിയ ക്വാഡ് ബ്രേക്ക് എന്ന സ്ഥാപനം ലോകത്തെ വിവിധ കമ്പനികൾക്കായി ഗെയിം ആർട്ട്, റിയൽ ടൈം 3D അസറ്റ്സ്, ട്രെയിനിംഗ് സിമുലേറ്റേഴ്സ് എന്നിവ ഇരിട്ടി സിറ്റി സെന്ററിൽ പ്രവർത്തിക്കുന്ന ക്വാഡ് ബ്രേക്കിൽ നിർമ്മിക്കുന്നു. ഇരിട്ടി എന്ന സ്വന്തം നാട്ടിലിരുന്ന് ലോകത്തെ വിവിധ കമ്പനികളുമായി സംവദിക്കുന്നു എന്നതാണ് ഇരുവരുടെയും സംരംഭത്തിന്റെ സവിശേഷത. ആ കഥ പറയുകയാണ് ജെസ്റ്റോയും ജോഷ്മിയും. ഇത്തരമൊരു സംരംഭം തുടങ്ങാനുള്ള പ്രേരണ, ഒരു ആലോചന എങ്ങനെയാണ്? അതും ഈ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പോലെ മലയോര പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നാട്ടിൽ എന്താണ് അതിൻ്റെ ഒരു പ്രേരണ? ഒന്നാമത്തെ പ്രേരണ എന്ന് പറഞ്ഞത് എൻ്റെ സ്വന്തം നാടാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് ഞാൻ പഠിച്ച് ബാംഗ്ലൂർ പോയി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഇത് നമ്മുടെ നാട്ടിലാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു എന്ന് തോന്നി. കാരണം ബാംഗ്ലൂരും കൊച്ചിയിലും ഒക്കെ കമ്പനികളുണ്ട്, IT കമ്പനികൾ. പക്ഷെ നമ്മുടെ നാട്ടിലൊരു കമ്പനി ഇല്ല. ആ സമയത്ത് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ എല്ലാവരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളൊന്ന് ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തു, നാട്ടിലേക്ക് തിരിച്ചു വന്നൊരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫ് ജോഷ്മിയും ആക്ച്വലി ഈ ഒരു ജേർണിയിൽ പാർട്ടായി. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലോകത്തിൽ ഇറങ്ങുന്ന, അതായത് ഒത്തിരി മില്യൺസ് ആൾക്കാർ കളിക്കുന്ന വീഡിയോ ഗെയിമിൻ്റെ ഡിസൈൻ പാർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് വർക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗെയിമിംഗ് സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെയുള്ള പുതിയ കഴിവുള്ള ആൾക്കാരെ പഠിപ്പിച്ച് ഇവരെ ഒരു ഗെയിമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു കോഴ്സ് അധികം കേരളത്തിലില്ല. അപ്പോൾ കണ്ണൂർ, ഇരിട്ടി പോലൊരു സ്ഥലങ്ങളിലില്ല. അപ്പോൾ ഇവിടെ പുതിയ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് എടുത്തു. ആദ്യം എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബ്രദറിനെ തന്നെയാണ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയത്. നമുക്ക് ഏറ്റവും ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ബ്രദർ. അതേപോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന് സമയമെടുത്തു, പഠിപ്പിച്ചു. അവരെ ഇതേപോലെ വലിയ ഗെയിമിൻ്റെ ഒക്കെ പാർട്ടുകളാക്കി മാറ്റി. അപ്പം തുടങ്ങിയ സമയത്ത് അത്ര ഈസി ആയിട്ടില്ല. നമുക്കൊരു ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അതായത് നമ്മൾ ജോലി ചെയ്യുന്ന കൂടുതൽ പൈസ നമ്മൾ ഈ ട്രെയിനിങ്ങിന് വേണ്ടിയായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു ജേണി ആയിരുന്നു. ആ ജേണിയിൽ എൻ്റെ കൂടെ വൈഫും അതേപോലെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അഡ്മിനിസ്ട്രേഷൻ പരിപാടികളിൽ ഒരു കമ്പനി റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് സമയത്ത് സാലറി കൊടുക്കണം. അങ്ങനെ വലിയ ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ആർട്ട് സൈറ്റിലും അത് ഡെവലപ്പ് ചെയ്യാനും പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിലായിരുന്നു ഫോക്കസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി വീഡിയോ ഗെയിമുകളിൽ ഇന്ത്യക്ക് പുറത്തുള്ള US-ലും യൂറോപ്പിലുള്ള പല ഗെയിമുകൾക്ക് വേണ്ടിയും സിമുലേറ്റേഴ്സിന് വേണ്ടിയും AR VR എന്ന് പറഞ്ഞ ടെക്നോളജികൾക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്തു. അപ്പം അതിനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത് നമ്മുടെ ടീം വലുതാക്കി. അപ്പം കുറേ കൂടെ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ ബേസിക്കലി കുറച്ച് നാൾ കൊച്ചിയിലേക്ക് മൂവ് ചെയ്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, നാട്ടിൽ തന്നെയാണ് ആക്ച്വലി തിരിച്ചു വന്നത്. കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ തന്നെ പിന്നെയും ബാംഗ്ലൂരോ കൊച്ചി പോലുള്ള മെട്രോ സിറ്റികളിലേക്കൊന്നും പോവാതെ ഞങ്ങൾ ഇവിടെ തന്നെ അവിടെയുള്ള ആൾക്കാരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പം കേരളത്തിൻ്റെയും ഇന്ത്യേൻ്റെയും പല സൈഡിൽ നിന്നുള്ള ആൾക്കാരെ ഇരിട്ടിയിലെത്തിച്ച് ഇന്ത്യേൻ്റെ വെളിയിലുള്ള വർക്കുകൾ നമ്മൾ അവിടെയുള്ള ഒരു ഇൻകം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ പല ആൾക്കാർക്കും ജോലി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഇതുവരെയുള്ളൊരു ജേണി. സാധാരണ നമുക്കിതൊരു പുതിയ അനുഭവമാണ്. കാരണം വീഡിയോ ഗെയിം പലരും കുട്ടികളും അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ആളുകളും അതിലേക്ക് കയറി പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് ഡിസൈൻ ചെയ്യുന്നു, ഇതൊക്കെ എവിടെ നിന്ന് ആരാണ് ഇതൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ള ഒരു സംശയം പലപ്പോഴും ഉണ്ടായിരുന്നു. ഈ സംശയത്തിന് ഒരു പരിധിവരെ ഇപ്പോൾ ഒരു ഉത്തരമായി. കാരണം ജെസ്റ്റോയെ പോലെയുള്ള ചില ആളുകളാണ് ഇതിന്റെ പുറകിൽ, ഈ സംരംഭങ്ങൾക്ക് പുറകിൽ എന്ന് മനസ്സിലാകുന്നു. കേരളത്തിൽ ഇങ്ങ് മലയോരത്തെ ഈ ഒരു ഇരിട്ടി പോലെയുള്ള ഒരു നഗരത്തിൽ ഒരു ഗ്രാമ സ്വഭാവമുള്ള നഗരമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ, വിദേശത്ത് ഉൾപ്പെടെ ജോലി ചെയ്തതിൻ്റെ ഒരു പരിചയമുണ്ട്. പക്ഷേ നേരെ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ഇപ്പം ജനറലി സംഭവിക്കുന്ന ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ നല്ല ബ്രെയിനുകളൊക്കെ നമ്മുടെ ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇല്ല.
ഓക്കെ. കുറേ ഇൻവാലിഡ്, അതായത് റിലവൻ്റ് അല്ലാത്ത കോഴ്സുകളും ഒക്കെയാണ് ഇപ്പോഴും ആക്ച്വലി നടക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ജോലി സാഹചര്യങ്ങളിലൂടെ ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയ ഒരു ഫീൽഡിൽ നമുക്കൊരു ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളും കൂടെ ഇന്ത്യയിലേക്ക് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങളൂടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞങ്ങൾക്കൊരു കുറച്ചൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടെ ഉണ്ടല്ലോ നമ്മൾ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വിചാരിച്ചു നമുക്ക് നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഗെയിമിൻ്റെ എങ്ങനെ ഇപ്പം ഞാൻ വളർന്നു വന്ന സമയത്ത് എനിക്കും ഒരു എക്സ്പോഷർ ഇല്ലായിരുന്നു ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷെ ഇനിയുള്ള കുട്ടികൾക്ക് അത് ഇല്ലാതെ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മളിവിടെ ഉണ്ടെങ്കിൽ. അപ്പം ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പല സ്കൂളുകളിൽ പോയിട്ട് പല കുട്ടികളോടും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഇതിൽ ഇത്രയും സാധ്യതകളുണ്ട്, അപ്പം അതിൽ നിന്ന് താല്പര്യമുള്ള ആൾക്കാർ. അപ്പം നമ്മുടെ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അല്ലാതെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരാണ് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളുള്ള സ്ഥലം. ഞങ്ങളുടെ ഇതിലൊരു ട്രഡീഷണൽ ആർട്ട് സ്കില്ല് വളരെ യൂസ്ഫുൾ ആണ് ഈ ഗെയിമിലും അനിമേഷനിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത്. അപ്പം നല്ല കമ്പനികളുടെയൊക്കെ ഒരു ടോപ്പ് പൊസിഷനിലെ ആൾക്കാരെന്ന് ചോദിക്കാം പലപ്പോഴും ഒരു കണ്ണൂരുകാരായിരിക്കും. ഇപ്പോൾ കണ്ണൂർ ഇരിട്ടി എന്നുള്ള ഇതിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ജനറൽ എടുത്ത് നോക്കുമ്പോൾ ഒരു 10 പേരിൽ ഒരു 5 പേർക്ക് ഒരു കലാപരമായിട്ട് കുറച്ച് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു താല്പര്യത്തിന് നമുക്ക് ട്രെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്ന ഈ ഒരു പുതിയ ഒരു രീതിയിലുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്. നമുക്കൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു യാത്ര ഈ ഒരു സമയത്ത് ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്. ഈ അധികം ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ആളുകൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയാണിത്. പക്ഷേ പുതിയ തലമുറയിലെ ആളുകൾക്ക് അറിയാം ഇത് ലോകത്തിന്റെ പല ഭാഗത്തും ഇത് സംഭവിക്കുന്നുണ്ട് ഈ മേഖലയിൽ. ഇപ്പോൾ നേരത്തെ അനിമേഷൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിൻ്റെ ഒരു വെല്ലുവിളി എന്താണ്? കാരണം ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ജോലി ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള ഒട്ടേറെ ആളുകൾ ജോലി ചെയ്യുന്നു. ഇതിനകത്ത് എന്തായാലും ഒരു സംരംഭത്തിന് അതിൻ്റെതായ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ രണ്ടുപേരും അതിജീവിച്ചോ? യെസ്, ഞങ്ങൾ ആക്ച്വലി കമ്പനി തുടങ്ങിയിട്ട് 10 വർഷമായി. ഓക്കെ. അപ്പം ആ ഒരു തുടക്ക സമയത്തായിരുന്നു കൂടുതൽ പരീക്ഷണങ്ങൾ. അതായത് പണ്ട് നമുക്ക് നമ്മൾ തന്നെ പേ ചെയ്ത് പലരെയും ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് എടുക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ട്രെയിനിങ് ടൈം തന്നെ വളരെ വലുതായിരുന്നു. ഇപ്പം ഞങ്ങളൊരു ബ്രാൻഡായതിനു ശേഷം അല്ലെങ്കിൽ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ള കുറേ പുതിയ ആൾക്കാർ ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് കോസ്റ്റ് അവിടെ കുറേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ ഒരു ട്രെയിനിങ് കുറേ ആൾക്കാർക്ക് അല്ലാതെയും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു സ്കില്ല്, അതായത് ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഇപ്പം ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പം ഞങ്ങളൊരു ജോബ് ഓപ്പണിംഗ് ഇടുമ്പോൾ 10, 200, 300 ആൾക്കാർ ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഈ പഠിച്ചിറങ്ങുന്ന സംഭവം ഇൻഡസ്ട്രിക്ക് ഇപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളല്ല. അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് 1-2 ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള അത്രയും ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഴയ കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമും കൂടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പം കോഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ആ ഒരു രീതിയിൽ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എക്സ്പെഷ്യലി നമ്മൾ കേരളത്തിലെ നമ്മളൊരു ചെറിയൊരു ടൗണിൽ ആദ്യമായിട്ടായിരിക്കും ഒരു IT കമ്പനി അല്ലെങ്കിൽ ഇതേപോലെ ഏറ്റവും ഹൈ എൻഡ് ടെക്നോളജീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആക്ച്വലി ഫ്രം സ്ക്രാച്ച് തൊട്ട് ബിൽഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ചലഞ്ചുകളെല്ലാം ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ നല്ലൊരു വർക്ക് ചെയ്താൽ നമുക്ക് ഒരു ലൊക്കേഷൻ ഒരു പ്രശ്നമല്ല എന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, തെളിയിക്കുക. അപ്പം നമ്മുടെ ലിമിറ്റേഷൻസിനെ ഞങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യാറില്ല. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എല്ലായിടത്തും അത്യാവശ്യം നല്ല ഇൻ്റർനെറ്റ് ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ കേരളം ആസ് വൺ ടൗൺ, നമുക്ക് എല്ലാ സംഭവങ്ങളും ഇരിട്ടിയിൽ നമുക്കിപ്പോൾ കിട്ടും. കുറേ കൂടെ നല്ല കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഇരിട്ടിയിലേക്ക് അടുത്തായിട്ട് എയർപോർട്ട് ഉണ്ട്. നമുക്ക് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. കൂർഗായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ട്. ഇരിട്ടി തന്നെ അല്ലെങ്കിൽ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ കേരളത്തിൻ്റെ ഈ ഇരിട്ടി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി അവർ കുറേ കൂടെ നല്ല സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ ട്രാഫിക് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. കുറേ കൂടെ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലവുകൾ കുറവാണ്. അപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ ഉള്ള എക്സ്പെൻസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് തന്നെ പല IT കമ്പനികളും ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോഷ്മി പഠിച്ചത് BSc നഴ്സിംഗ് ആണ്. ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ
എന്താണ് എക്സ്പീരിയൻസ്? വരാനുണ്ടായ ഒരു കാരണം ജസ്റ്റോ തന്നെയാണോ? തീർച്ചയായിട്ടും ജസ്റ്റ് കാരണം തന്നെയാണ് വന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും നഴ്സിംഗ് കഴിഞ്ഞ് ഇനി വിദേശത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോവുക, അങ്ങനെ ഒരു ഡ്രീം തന്നെ ആയിരുന്നു. പിന്നെ ജസ്റ്റോടെ ഈ ഡ്രീമൊക്കെ എന്നോട് പറഞ്ഞ് നാട്ടിലൊന്ന് സെറ്റിൽഡ് ആവണം, അങ്ങനെ നാട്ടിൽ ജീവിക്കണം, ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് തോന്നി അത് ഒരു നല്ല ഡ്രീമാണ്. അപ്പം അതിനെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അതിൻ്റെ കൂടെ കൂടി. ഈ പറയുന്ന പോലെ ആദ്യ സമയങ്ങളിൽ നമുക്ക് വേറെ സ്റ്റാഫോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് ഒരു ഫീൽഡിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലല്ലോ, ഈ ആർട്ട് സൈഡിലേക്കൊന്നും ടെക്നിക്കൽ സൈഡിലും. അതുകൊണ്ട് ആ രീതിയിൽ HR സൈഡ്, അക്കൗണ്ട്സ്, അങ്ങനെയുള്ള കാര്യം അതെ അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ സപ്പോർട്ടും നൽകി. അതെ അതെ. ഇപ്പോൾ നിങ്ങൾ ഈ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഗെയിമും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അമേരിക്കൻ നാടുകളിലടക്കം അല്ലേ, വിദേശത്ത്, ഇതിൻ്റെ ഒരു, ഞാൻ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നൊരു സംശയമാണ്, ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അത് ഏത് തലത്തിൽ വരും, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അതിനുവേണ്ടി നിങ്ങൾ ബന്ധപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ, അത് ചിലപ്പോൾ പറയാൻ കഴിയുന്നതുണ്ടാവും, അല്ലാത്തതുണ്ടാവും, അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാമോ? അതെ, ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. ഇപ്പം നമ്മളൊരു ലോകത്തിൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു ക്വാളിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ടാവും. ഓക്കെ, ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ AAA ഗെയിംസ് എന്ന് പറയും. അതായത് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന, ഏറ്റവും കൂടുതൽ ക്വാളിറ്റി വേണ്ടതും, ഏറ്റവും കൂടുതൽ ബജറ്റും ഉള്ള കൈൻഡ് ഓഫ് ഗെയിമുകളാണ് AAA ഗെയിംസ്. നമ്മളിപ്പോൾ സിനിമ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോളിവുഡ് ഫിലിമിലാണ് ഏറ്റവും കൂടുതൽ ബജറ്റ്, ടൈമും ക്വാളിറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ ഒരു രീതിയിലാണ് ഈ AAA ഗെയിംസുകളും. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നതും പ്രൊഡക്ഷൻ ടൈമും ഒക്കെ കൂടുതലായിട്ടുള്ള. അപ്പോൾ അതിലേക്കുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. ആ ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്ന ഒരു ടീം വളരെ കുറവേ ആക്ച്വലി ഈവൻ ഇന്ത്യയിലോ ലോകത്തിലോ ഉള്ളൂ. നമ്മൾ ആ ഒരു റേഞ്ചിലാണ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതേപോലെ അത് മാത്രമല്ല, നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈവൻ റോബ്ലോക്സ് പോലെയുള്ള പുതിയ കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളിലേക്കും മൊബൈൽ ഗെയിമിലേക്കും വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസും അതേപോലെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, അപ്പോൾ പല ടെക്നോളജികളും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അതേപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ് സിമുലേഷൻസ്. ഇപ്പോഴത്തെ ഉള്ള എല്ലാ ഫാക്ടറികളും അല്ലെങ്കിൽ വലിയ വലിയ മെഷീനറീസുകൾ എല്ലാം ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിങ് എല്ലാം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പൈലറ്റിനെ പറക്കാൻ പഠിപ്പിക്കുന്ന ആദ്യം കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റിൽ ഇരുന്നിട്ടല്ലല്ലോ, ഒരു സിമുലേറ്ററിലാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരു എൻവയോൺമെൻറ്റ് വേണം, ഒരു എയർപോർട്ട് വേണം, ഒരു എയർക്രാഫ്റ്റ് വേണം, അതൊക്കെ നമ്മളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഹെവി എക്യുപ്മെൻറ്റ്സുകൾ, അതായത് ഇപ്പം ഒത്തിരി ടൈം എടുക്കുന്ന ട്രെയിനിങ്ങുകൾ, ഇപ്പം വലിയ ഡ്രില്ലർ അല്ലെങ്കിൽ വലിയ മൈനുകളിലുള്ള ജോലികൾ, അതിൻ്റെയൊക്കെ ട്രെയിനിങ് ഇപ്പം ഡിജിറ്റലി ആണ് ഇപ്പം കൊടുക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ മെഷീൻസ് ശരിക്കും ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുവഴി കുറേ ഫ്യൂവൽ ലാഭം, കുറേ റിസ്കുകൾ കുറയ്ക്കാൻ പറ്റും, അപ്പം കുറേ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സിമുലേറ്റേഴ്സുകൾ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടെയാണ് നമ്മുടെ സിമുലേറ്റേഴ്സിൻ്റെ ആർട്ട് വർക്കുകൾ. അപ്പോൾ അത് ലോകത്തിൽ വളരെ കുറവ് കമ്പനികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ഇൻഡസ്ട്രി പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്, അതേപോലെ ആ ക്വാളിറ്റിയിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്ക ക്ലയൻറ്റുകളും നമ്മളെ തപ്പി തന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ക്ലയൻറ്റുകളിൽ എപ്പോഴും നമുക്കതൊരു കൺവേർട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മാർക്കറ്റിംഗ് ഇതുവരെ ഒരു വലിയ പ്രശ്നമായിട്ടില്ല. കമ്പനി തുടക്കം മുതൽ നമ്മൾ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രം ഡേ വൺ നമ്മൾ ഒരിക്കലും വർക്കില്ലാണ്ടിരുന്നിട്ടില്ല, എല്ലാ സമയത്തും നമുക്ക് വർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ AI കാലമാണ്. എന്തിനും ഏതിനും AI എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയുന്നവരാണ്. ആ ഒരു ടെക്നോളജിയിലെ ഒരു മാറ്റം ഇതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ ഈ AI കാരണം ആരുടെയും ജോലി പോവുക അല്ലെങ്കിൽ വർക്ക് കുറയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഇൻഡസ്ട്രിയിൽ പലരെയും ബാധിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ വിചാരിച്ച ആദ്യം ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ആയിരിക്കും ഏറ്റവും അവസാനം ടച്ച് ചെയ്യുന്നത്, പക്ഷേ ഏറ്റവും ആദ്യം ടച്ച് ചെയ്ത് AI ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഇതാണ്. ഇപ്പോൾ വളരെ ഈസിയാണ് ഒരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷേ AI കൊണ്ട് ആരും ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കുക, ഒരു മൂവി ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുമെന്നും ഇതുവരെ പോസിബിൾ ആയിട്ടില്ല, പോയിട്ടില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ അതൊക്കെ ഡെവലപ്പ് ആവും. പക്ഷേ ഈ AI ഒക്കെ നമ്മൾ കാണുന്ന ഒരു ടൂള് പോലെയാണ്. ഇപ്പോൾ പണ്ട് നമ്മൾ ഒരു 50% ടൈം എടുത്ത് ഒരു 100% ടൈം കൺസ്യൂം ചെയ്ത സമയം ഇപ്പോൾ 50 പല ടൂളുകൾ AI അല്ലാതെ തന്നെ പല സ്മാർട്ടർ ടൂളുകൾ വന്നുകൊണ്ട് വളരെ സമയങ്ങൾ ഇപ്പം കുറച്ചിരുന്നു. AIയും അതുപോലെ തന്നെയാണ്.
ഈ എൻ്റർടൈൻമെൻറ്റ് ആവശ്യം ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവും. ഗെയിമുകൾ എപ്പോഴും വേണം. അത് AI വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ചിലപ്പം കുറേ കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യും, പക്ഷെ കുറേ കൂടെ എണ്ണം ചെയ്യും. ലൈക്ക് ഇപ്പം AI കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് പലരുടെയും തലയിലിരുന്ന ഐഡിയാസൊക്കെ ഇപ്പം പ്രാക്ടിക്കലായിട്ട് നടക്കാൻ തുടങ്ങി. കാരണം പണ്ട് കുറേ സമയം വേണമായിരുന്നു ഇതൊക്കെ നടത്തണമെങ്കിൽ. അപ്പം നമ്മളെ പോലുള്ള ആൾക്കാർ കൂടുതൽ പ്രൊജക്റ്റുകളാണ് വരുന്നത്. കാരണം പലരുടെയും തലയിലിരുന്ന സംഭവങ്ങളാണ് പുതിയ പ്രൊജക്റ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ AI കാരണം അതൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് അവർക്ക് പെട്ടെന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനും അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനും പറ്റും. പക്ഷേ അതിനൊരു റിയൽ പ്രൊഡക്റ്റായിട്ട് മാറ്റുമ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ അതിനകത്ത് ശരിക്കും വർക്ക് ചെയ്താൽ മാത്രമേ ആക്ച്വലി അതിനൊരു പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിനെ നമ്മൾ ഉപയോഗിക്കുക. അതാണ്. ഇപ്പോ 1-2 സ്കൂളുകളിലൊക്കെ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത പരിപാടിയുടെ വാർത്തയും ചിത്രങ്ങളൊക്കെ കണ്ടു. ഈ പുതിയ തലമുറ നിങ്ങളവിടെ ആ പരിപാടിയിലേക്ക് പോകുമ്പോൾ ഈ തിരിച്ചറിയുന്നുണ്ട്, ആളെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതല്ല, അവർ കൈകാര്യം ചെയ്യുന്ന ഗെയിമുകൾ വഴി നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? എന്താണ് അനുഭവം? ഡെഫിനറ്റ്ലി. അപ്പം പുതിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പം അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഏതൊക്കെ ഗെയിമിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടാണ്? കാരണം അവർ കളിച്ച ഗെയിമുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പലരും അവർ കളിച്ച ഗെയിമുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഗെയിം എന്ന് പറഞ്ഞ ഫീൽഡ് നമുക്ക് ഈ ചെറിയ കുട്ടികളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിൽ കൂടെ ഒരു വാല്യൂ കൊടുക്കാനും പറ്റും നമുക്ക്. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയാണ്, ഗെയിം കളിക്കുന്ന പോലെയല്ല അത് ഉണ്ടാക്കുന്നത്, ഒരു വ്യത്യസ്തമായ ഇൻഡസ്ട്രിയാണ്. അപ്പം നമുക്ക് ഇപ്പം ചെറിയ കുട്ടികളോട് സ്കൂളിൽ പോയി പറയാനുള്ളത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇരിട്ടി പോലുള്ള ഒരു സ്ഥലത്തൊന്നും നമുക്ക് ഒരു ലോകോത്തരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്ക് ചില പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മില്യൺസ് ഓഫ് ആൾക്കാർ കളിക്കുന്ന ഗെയിമുകളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഇരിട്ടി പോലുള്ളൊരു സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇപ്പോൾ ആസ് എ പേഴ്സണൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഫോർസ, GTA പോലുള്ള പ്രൊജക്റ്റുകളിൽ ഞാൻ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പിള്ളേരൊക്കെ കളിക്കുന്ന ഗെയിമുകളാണ്. ഇപ്പോൾ കുട്ടികൾ ഇപ്പം കളിക്കുന്ന റോബ്ലോക്സിൽ പോലും ഞങ്ങളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേരോട് പോയി പറയാനുള്ളത്, കുട്ടികളോട് പോയി പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് പോസിബിളാണ്, ഇങ്ങനൊരു ഇൻഡസ്ട്രി ഉണ്ട്. അവർക്ക് ചിലപ്പം പല കാര്യങ്ങളിലായിരിക്കും ഇൻട്രസ്റ്റ്, ഇതിൽ മാത്രമല്ല. പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇപ്പം നടക്കും. ഇപ്പം നമ്മൾ ChatGPT കൊണ്ട് ചോദിച്ചാൽ നമുക്കറിയാം ഒരു അമേരിക്കയിലുള്ള ഒരു കമ്പനി അങ്ങനെ റൺ ചെയ്യുന്നതെന്ന് അറിയാം. പണ്ട് പക്ഷേ നമ്മൾ അമേരിക്കയിൽ പോയി ഒരു ഫൗണ്ടറിനോട് നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പം ഈവൻ ഓക്സ്ഫോർഡോ അല്ലെങ്കിൽ അതേപോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിപ്പിക്കുന്ന സാധനം ഇപ്പം ഫ്രീ ആയിട്ട് യൂട്യൂബിലുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും കാണുന്നുണ്ട്. പക്ഷേ എന്താ മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോഷറാണ്. നമ്മളെപ്പോലുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പോയിട്ട് അവർക്ക് ഇവിടെ വന്ന് കാണാനും അല്ലെങ്കിൽ നമ്മൾ പോയി സംസാരിക്കാനും ഒക്കെയുള്ള ഇതാണ്. പുറത്തെ രാജ്യങ്ങളിൽ ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഇവിടെയും കൂടെ കൊടുക്കുക. അപ്പം പല ഇൻഡസ്ട്രി എക്സ്പോർട്ടുകൾ, ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരു സൈഡിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ബിസിനസ്സിലെ സൈഡിലുള്ള ആൾക്കാർക്ക് പോയി സ്കൂളിൽ സംസാരിക്കാം, നല്ല ആർക്കിടെക്ചറിന് പോയി സംസാരിക്കാം, അല്ലെങ്കിൽ സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സംസാരിക്കാം, ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സംസാരിക്കാം. അപ്പോൾ അവർക്ക് ആ പിള്ളേർ കിട്ടുന്ന ഒരു എക്സ്പോഷറാണ് വ്യത്യാസം. നമുക്ക് കേരളത്തിൽ ആവശ്യം കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ എക്സ്പോഷറാണ് കിട്ടാനുള്ളത്. ഇപ്പോൾ ജസ്റ്റോ ഉളിക്കൽ കോക്കാട് സ്വദേശിയും ജോഷ്മി പയ്യാവൂർ സ്വദേശിയും ഇവിടെ നിന്ന് ഇരിട്ടി വഴി ലോകത്തേക്ക് ഇങ്ങനെ ദിവസവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ശരിക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇരിട്ടിയിൽ തന്നെ ഉണ്ട്. അതൊരു അങ്ങനെ പറഞ്ഞാൽ, ആലങ്കാരികമായി പറഞ്ഞാൽ അതൊരു റിയാലിറ്റി അല്ലേ ശരിക്കും? അല്ലേ, അതിൻ്റെ ഒരു സംതൃപ്തി എന്താണ്? ഞങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന കൺട്രീസ്, ഞങ്ങൾ ഏറെക്കുറെ ഒരു 10-12 ഡിഫറെൻറ്റ് കൺട്രീസിലേക്ക് വേണ്ടിയിട്ടുള്ള ജോലികളിലൂടെ ചെയ്യുന്നുണ്ട്. 10-12 കൺട്രീസിലുള്ള ആൾക്കാരായിട്ട് ഇരിട്ടിയിരുന്ന് ഡെയിലി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും ആ പല കൺട്രീസിലുള്ള ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. കാരണം നമ്മുടെ ക്ലയൻസാണ്, നമ്മൾ അവർക്ക് വേണ്ടിയാണ് പല പ്രൊജക്ട്സുകളും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരുമിച്ചാണ്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുക, ആ ഒരു ഇൻ്റർനാഷണൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇതൊക്കെ ഒരു വേൾഡാണ്. അതിനെ കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ നല്ല ആർട്ട്, നല്ല ക്വാളിറ്റി എന്നൊക്കെ കാര്യങ്ങൾ അവരൊക്കെ അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമ്മുടെ അടുത്ത് എപ്പോഴും എന്തെങ്കിലും കാണിക്കാനുണ്ടാവണം, അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യണം. അത് ഡെഫിനറ്റായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാർ, സംസാരിക്കുന്ന ആൾക്കാർ ഒരു വേൾഡിൽ ഗ്ലോബലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇരിട്ടി ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു കുറച്ച് നാസയിലെ എൻജിനീയേഴ്സിന്, അവരാണ് മാർസിലേക്കുള്ള ഇൻജിനിറ്റി എന്ന് പറഞ്ഞൊരു മാർസിൽ പറത്തിയ ഒരു ഹെലികോപ്റ്ററുണ്ട് ചെറുത്, അതായത് ഡ്രോൺ ഉണ്ട് മാർസിൽ, ഇൻജിനിറ്റി. അപ്പം അത് ഡെവലപ്പ് ചെയ്ത ആൾക്കാരോടൊക്കെ എനിക്ക് ഇരിട്ടി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അവർ ഞാൻ പറയാം, അതേപോലെയുള്ള ആൾക്കാരുടെ അടുത്തൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ലോകത്ത് എവിടെ നിന്നും ഉണ്ട്. ഇപ്പം ഞാൻ മാത്രമല്ല,
കേരളത്തിൽ പല ആൾക്കാരും ചിലപ്പോൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും പുറത്തേക്ക് വരുന്നില്ല. അപ്പം ഞാനിത് വന്ന് പറയുന്നു, ചിലപ്പം പിള്ളേർക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഇവിടുന്ന് നടക്കൂ എന്നുള്ളൊരു ഇത് മാത്രമേ നമ്മളിപ്പം ചെയ്യുന്നുള്ളൂ. ജോഷ്മി, ഈ സാങ്കേതിക വിദ്യ അങ്ങേയറ്റം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും ഇത്തരം ഒരു സ്ഥാപനത്തെ നയിക്കാൻ മാനസികമായി നല്ല അധ്വാനം ആവശ്യമുണ്ട്, നല്ല സമ്മർദ്ദം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ് ഇതിനെ ഒന്ന് എല്ലാം കൂടി നല്ല ഒരു പോസിറ്റീവായി കൊണ്ടുപോകാൻ HR കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അവരുടെ ഒരു സ്റ്റാഫിൻ്റെ സഹകരണവും അവരുടെ ഒരു കഴിവും ഒക്കെ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? അതിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായോ, അല്ലെങ്കിൽ നല്ല അനുഭവം തന്നെയാണോ? ആദ്യ സമയങ്ങളിൽ നമുക്ക് നല്ല ചലഞ്ചസ് ഉണ്ടായിരുന്നു, ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന പലരും കേരളത്തിന് പുറത്തുള്ളവരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർ. അപ്പം അങ്ങനെയുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം ഇവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാവരും റിമോട്ടായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു മാസമൊക്കെ താമസിക്കും. അപ്പോൾ ആക്ച്വലി അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്, നമ്മുടെ ഈ ഒരു കൾച്ചർ, അതുപോലെ തന്നെ പ്രകൃതിയും കാര്യങ്ങളും. നമ്മൾ പുഴയിലൊക്കെ കൊണ്ടുപോയി അവരെ എല്ലാം കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ ഒന്ന് റീഫ്രഷ് ആയിട്ടാണ് ഇവരുടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ വർക്കിലാണെങ്കിലും ആ ക്വാളിറ്റി, അവരുടെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊന്ന് പ്രൂവ് ചെയ്ത ശേഷമാണ് നമ്മൾ അവരെ സ്ഥിരമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നതും അവരിവിടുന്ന് വർക്ക് ചെയ്യുന്നതും. ഇപ്പം അവർ ഈ പറയുന്ന വീക്കെൻഡുകളിൽ നമ്മൾ അവരെ പുറത്ത് കൊണ്ടുപോകും, അവരെ എൻജോയ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്ക് ഈ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു മൈൻഡോടുള്ള ഇതാണല്ലോ, ഒരു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് റീഫ്രഷ് ആകുമ്പോൾ അവർ ഹാപ്പിയാണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുമെന്ന് പറയാം. അങ്ങനെ എല്ലാവരും നന്നായിട്ട് പോകുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു, പ്രതിസന്ധികളെക്കുറിച്ച് ചിലപ്പോൾ ജോഷ്മി പറഞ്ഞു, HR കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ. എന്താണ് ഭാവി എന്ന് പറയുന്ന ഏതൊരു സംരംഭത്തിൻ്റെയും ഭാവിയാണ് പ്രധാനം. അത് ഇന്നാണ്, പക്ഷെ നാളെ ഇതിനെ എങ്ങനെ വിഭാവനം ചെയ്യും? എന്താണ് മനസ്സിലുള്ള പദ്ധതി? അതെ, സോ നമ്മൾ ചെയ്യുന്നൊരു സംഭവം നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ളൂ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അതിനുശേഷം നമുക്കൊരു വലിയൊരു കവറേജ് കിട്ടി. നമുക്ക് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റ് കവർ സ്റ്റോറി ആയിട്ട് മൊത്തം കേരള എഡിഷനിൽ നമ്മുടെ സ്റ്റോറി വന്നു. അപ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ ആക്ച്വലി ഇൻവൈറ്റ് ചെയ്ത് മുഖ്യമന്ത്രിനെ കാണാനും ഇനിയും കാണാനുള്ള അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ ഒരു വർഷം മുന്നേ ഒന്നും കൂടെ ഒരു വിഷൻ ഒന്നുകൂടെ അലൈൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ ഇരിട്ടി പോലുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു 100-300 ജോബുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 100-300 ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേറെയും കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പം നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പൈസയല്ല നമ്മളിട്ട് റൗണ്ട് ചെയ്യും. നമുക്ക് ഈ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള US ഡോളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഡിഫറെൻ്റ് ആണ്. കാരണം ഇരിട്ടി പോലൊരു സ്ഥലത്ത് ഒരു 100-200-300 ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അവിടെ കൊണ്ടുവരുന്ന ഒരു എക്കണോമി ബൂസ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒത്തിരി ആൾക്കാർ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്കൊരു കോഡ് ബ്രേക്കിൻ്റെ ഒരു അക്കാഡമി ഇനീഷ്യേറ്റീവും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പം കേരളത്തിനൊരു പ്രോബ്ലം ഉണ്ട്, അതായത് റിലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകളില്ല. ഇപ്പം പല ഡിഗ്രി കോഴ്സുകളും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഗെയിം ആർട്ട് പോലെയും അല്ലെങ്കിൽ സിമുലേറ്റർ, AR VR അതേപോലെയുള്ള പുതിയ ടെക്നോളജികളിലുള്ള പുതിയ ജോലി സാധ്യതകളുള്ള കോഴ്സുകൾക്കും ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഞങ്ങളൊരു ഇവിടെ ഇങ്ങനെ നിന്ന് ഇവിടെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, ഞങ്ങൾ വലുതാൻ വേണ്ടി തന്നെയാണ്. അപ്പം അതിന് ഞങ്ങളൊരു ക്യാമ്പസ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു മിനി IT പാർക്ക് പോലെയുള്ളൊരു രീതിയിലൊരു സംഭവം ചെയ്യാനൊക്കെയാണ് ഞങ്ങളുടെ ഭാവിയിലെ പ്ലാനുകൾ. അപ്പോൾ അതുവഴി ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇരിട്ടി പോലുള്ള ഒരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോസിബിളാണ്, ഇതിവിടുന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിൻ്റെ ഒരു മിനി മോഡലാണ് നമ്മളിപ്പം ചെയ്തേക്കുന്നത്. ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്ത് ഒരു വലുതാക്കാനുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ വഴികൾ, ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോഴും എനിക്കും ഇതൊരു പുതിയ അനുഭവമാണ്. ഇരിട്ടി പോലത്തെ ഒരു നഗരത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടാകുന്നു. എന്തായാലും ഇതൊരു നവ്യാനുഭവം എന്നുള്ള നിലയിൽ
നിങ്ങളുടെ ഈ സംരംഭം നല്ല നിലയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ ഒട്ടേറെ പേർ ജോലി ചെയ്യുന്നു. നമ്മുടെ നാടിനൊരു പ്രത്യേകമായ അനുഭവമാണ്. നിങ്ങളിങ്ങനെ സഞ്ചരിക്കുന്നു, പുതിയ തലമുറയോട് സംവദിക്കുന്നു. സാങ്കേതികവിദ്യയുടെ ഈ പുതിയ കാലത്തും എല്ലാവിധ ആശംസകളും ഞങ്ങളും നേരുകയാണ്. ജസ്റ്റോ പറഞ്ഞതുപോലെ മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഒരു ഗെയിം ഡിസൈൻ ചെയ്തു വരാൻ. എന്തായാലും ഇരിട്ടിയിലെ ഈ ഒരു വ്യത്യസ്തമായ സംരംഭം അഭിനന്ദനം അർഹിക്കുന്നു. കോഡ് ബ്രേക്കിൽ നിന്ന് അഫ്ലഹിനോടൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.